പണ്ട് കാലത്ത് എങ്ങനെയാണോ ഒരു ചൂഷണോപാധിയായി ഈ കല കൊണ്ടുവന്ന് അതിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ കലയിലൂടെ അധികാരം സ്ഥാപിച്ചെടുത്തത്, അത് തുടരുകയാണ് വേണ്ടത് എന്ന് സ്ഥാപിക്കാനാണോ അവർ ശ്രമിക്കുന്നത്? ഇവരൊന്നും പുതിയ ജീവികളല്ല. ഇവരിത്രയും വർഷങ്ങൾ ഇന്നൊരു ദിവസം രാവിലെ ഉണ്ടായ സ്ത്രീ അല്ല. അവരിത്രയും വർഷമായി കൊണ്ടു നടക്കുന്ന ഒരു വെറിയാണ് അവരുടെ വാക്കിലൂടെ പുറത്തേക്ക് വരുന്നത്. ആ ശരീരത്തിന്റെ ആ എലമെന്റിനെ അവർ വീണ്ടും വിൽപ്പനച്ചരക്കാക്കി തിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ, വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ മനുഷ്യരെ ഭിന്നിപ്പിക്കാനും അതിലൂടെ ചില രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ മാറി നടക്കുന്നൊരു സമൂഹമാണ് നമ്മളുടേത് എന്നൊരു മിഥ്യാഭിമാനം നമുക്കുണ്ട് താനും. കേരളം എന്ന് പറയുന്നത് നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യം നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. ജാതി ഉന്മൂലനത്തിന് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ഊറ്റം കൊള്ളാറുണ്ട്. ഇതൊക്കെ ഉണ്ട്. പക്ഷേ അടിത്തട്ടിൽ നമ്മളിപ്പോഴും ജാതി, നിറം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേറിട്ട് കാണുന്നവരാണ് എന്ന് ഇടയ്ക്കിടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ മുന്നിലേക്ക് ചിലത് രംഗപ്രവേശം ചെയ്യും. അതിലൊന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ഒരു നൃത്താധ്യാപിക, അവർ പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെങ്കിൽ കൂടിയും RLV രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഡോക്ടർ RLV രാമകൃഷ്ണൻ എന്ന് പറയുന്ന കലാഭവൻ മണിയുടെ സഹോദരനെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ പരാമർശങ്ങൾ തികഞ്ഞ വംശീയവും വർണ്ണവെറി അടങ്ങുന്നതുമായ പരാമർശങ്ങൾ വലിയ ചർച്ചയായി നമ്മളുടെ മുമ്പിലുണ്ട്. ഈ സമയത്ത് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് ഡോക്ടർ സാംകുട്ടിയാണ്. അദ്ദേഹം സാംസ്കാരിക പ്രവർത്തകനാണ്, തിയേറ്റർ ഡയറക്ടറാണ്. തിയേറ്ററിൽ JNUവിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പരാമർശങ്ങൾ, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പരാമർശങ്ങൾ, അത് വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ നിറത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ പരാമർശങ്ങൾ, അത്തരം ഒരാൾ ഈ മോഹിനിയാട്ടം അഭ്യസിക്കുന്നതിൽ അത് പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ വളരെയധികം പുച്ഛത്തോടുകൂടിയും അവഹേളനത്തോടുകൂടിയും നടത്തുന്ന പരാമർശങ്ങൾ ഇത് വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു, അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഉള്ള ഒരു വികാരത്തിൻ്റെ പ്രതിഫലനമായി ഇതിനെ കാണണ്ടേ നമ്മൾ? തീർച്ചയായിട്ടും. എനിക്ക് ഈ സംഭവത്തിൽ, ഇപ്പോ ഈ വന്നിരിക്കുന്ന ഈ പുതിയ സംഭവവികാസത്തിൽ എനിക്ക് ആദ്യം തോന്നുന്ന ഒരു കാര്യം, വൈക്കം സത്യാഗ്രഹത്തിന്റെ സമയത്ത് തന്തൈ പെരിയോ ഗാന്ധിയുമായിട്ടുള്ള സംവാദത്തിന്റെ ഘട്ടത്തിൽ പറയുന്നുണ്ട്, വൈക്കത്തപ്പനെ തുണിയിലക്കാൻ കൊള്ളാം, അതൊരു കല്ലാണ്, അത് അവരെടുത്തോട്ടെ, പക്ഷെ പട്ടിക്കും പൂച്ചയ്ക്കും നടക്കുന്ന വഴിയിലൂടെ മനുഷ്യനും നടക്കാൻ കഴിയണം, അതാണ് എന്റെ ആഗ്രഹം. ഇതേ സംഗതി തന്നെയാണ് ഈ മോഹിനിയാട്ടം പോലുള്ള ഒരു കലയെക്കുറിച്ച് പറയുമ്പോഴും നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു വെക്കേണ്ടി വരുന്നത്. ഈ കേവലമായ ഒരു കലാരൂപത്തിന്റെ പ്രശ്നമല്ല ഇത്. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സൗന്ദര്യ ബോധത്തിന്റെ, നമ്മൾ പൊതുവെ അത്രയേറെ പരാമർശിക്കാൻ സന്നദ്ധമാകാതിരിക്കുന്ന ഒരു സൗന്ദര്യശാസ്ത്ര അവബോധത്തിന്റെ തന്നെ പ്രശ്നമാണ്. കാരണം ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മോഹിനിയാട്ടമാകട്ടെ, മിക്കവാറും നമ്മുടെ ഈ ക്ഷേത്രകലകളും ആയിട്ടൊക്കെയുള്ള വിവിധ കലകളിൽ നിൽക്കുന്നവർ അതിന് അടിസ്ഥാനപരമായി ഈ കലയിൽ വിശ്വസിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നു. പ്രത്യേകിച്ച് കുടിയാട്ടത്തിലൊക്കെ നോക്കിയാലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ആ വിശ്വാസങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യുന്നവർ മിക്കവാറും വലിയ യാഥാസ്ഥിതികരായിരിക്കും. കാരണം ആ കലാരൂപം നിൽക്കുന്നത് തന്നെ ഒരു വലിയ സൗന്ദര്യശാസ്ത്ര അടിത്തറയിലാണ്, അതിന്റെ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറയിലാണ്. ഈ അടിത്തറ പൂർണ്ണമായ അർത്ഥത്തിൽ ഭയങ്കര ജാതിഭദ്രവും മതനിഷ്ഠവുമായിട്ടുള്ളതാണ്. ഇതാണ് അതിന്റെ അടിസ്ഥാന സംഗതി. അതുകൂടി നമ്മളിവിടെ കൂട്ടി വായിക്കേണ്ടത്. കാരണം ഞാൻ എൻ്റെ ഒരു പഠനകാലത്ത്, സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് ഒരു പഠനകാലത്ത് അമ്മന്നൂർ എൻ്റെ അധ്യാപകനായിരുന്നു. അമ്മന്നൂർ നല്ല പെർഫോമർ ആണെന്നുള്ള കാര്യത്തിൽ അവർ തർക്കമില്ല. മറിച്ച് അദ്ദേഹത്തോട് ഞാൻ ചില സന്ദർഭത്തിൽ ഈ ജാതി എന്നുള്ള ഒരു വിഷയത്തെ ചർച്ച ചെയ്യേണ്ടി വരുന്ന സമയത്ത് അദ്ദേഹത്തിനോട് വലിയ രീതിയിൽ ചൂടായിട്ടുണ്ട്. കാരണം അദ്ദേഹം പെർഫോമായിരിക്കെ അതിനകത്തുള്ള ഒരു ജാതി നിഷ്ഠ ചോദിച്ചു പോയാൽ വളരെ പെട്ടെന്ന് ഒരു യാഥാസ്ഥിതികനായി മാറുന്ന അമ്മന്നൂരിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ ക്വാളിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, മറിച്ച് അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു വലിയ അവബോധം കൂടിയാണ് ഈ പെർഫോമൻസ്.
അതായത് നമ്മളുടെ ഈ പറയുന്ന പെർഫോമൻസുകളെ നമുക്ക് എടുത്തിട്ട് ജനാധിപത്യവൽക്കരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന്റെ ഒരു സംഗതി കൂടി ഇതിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കേവലമായി ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഈ സത്യഭാമ എന്ന് പറയുന്ന വി സത്യഭാമയല്ല, കലാമണ്ഡലം വി സത്യഭാമയല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമയാണ്. പോട്ടെ, അതിന്റെ ചർച്ചയ്ക്ക് വിടാം. കാരണം ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമയുടെ വാക്കുകളായിട്ട് മാത്രം ഇത് കേട്ടാൽ മതി. പക്ഷെ ഇത് ഏത് സത്യഭാമയായാലും ശരി, ഇത് സംഭവിക്കുന്ന കാര്യം ഇതാണ്. കാരണം അവർ പേറുന്ന ഒരു അവബോധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതാണ് സംഗതി. ഇവർ മോഹിനിയാട്ടത്തെ അവർ ഉൾക്കൊള്ളുന്നതിലൂടെ അവർ യഥാർത്ഥത്തിൽ ഈ മോഹിനിയാട്ടത്തിന്റെ ഒരു ചരിത്രമാക്കി അവർ ഉൾക്കൊള്ളുന്നത് കേരളത്തിന്റെ ഒരു വർഷങ്ങളോളമുള്ള ഒരു ഹീന പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. അവരിതിന് പെർഫോമൻസ് ആയിട്ടല്ല കാണുന്നത്. ആ ഹീന പാരമ്പര്യത്തിന്റെ തുടർച്ച അവരുടെ ബോധങ്ങൾക്കുള്ളിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഇപ്പൊ മോഹിനി ആയി വരുന്ന, അറിയാമല്ലോ നമ്മളുടെ ഈ ആ ഒരു മിത്തിനെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ, മോഹിനിയായി വന്ന് അസുരന്മാരെ പറ്റിച്ചു പോകുന്ന ഒരു കഥ എടുത്തുകൊണ്ട് മലയാളത്തിനുള്ളിൽ ഒരു പെർഫോമൻസ് ഉണ്ടായി വന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ പെർഫോമൻസിന്റെ ചരിത്രങ്ങൾ മറ്റുള്ള പെർഫോമൻസിന്റെ ചരിത്രം നോക്കുക. ഒന്നാമത് തന്നെ നമുക്ക് ആലോചിച്ച് നോക്കാവുന്ന ഒരു കാര്യം, കലകൾ എന്ന് പറയുന്നത് കാമകലകളാണ്. നമ്മുടെ കലകളെല്ലാം കാമകലകളാണ്. അല്ലാതെ മനുഷ്യന് ചിന്തിക്കാനും വികസിക്കാനുമുള്ള ഇടമായിട്ടല്ല കലകളെ പോലും അടിസ്ഥാനപരമായി തന്നെ സമീപിച്ചിരിക്കുന്നത്. അത് കാമത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ അത് പലപ്പോഴും അധികാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പല രീതിയിലുള്ള അധികാരത്തിന്റെ പ്രയോഗമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അത്തരത്തിലുള്ളതിലെ ഏറ്റവും ശൃംഗാരം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവമായി മാറുകയും ചെയ്യുന്നത്. രസമായി മാറുന്ന ശൃംഗാരമാണ്. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു വലിയ തുടർച്ചയ്ക്കകത്താണ് ഈ കലരൂപം തന്നെ നിൽക്കുന്നത്. അപ്പൊ അവരുടെ കേവലമായി, എന്തായാലും അത് ഒന്നാമത്തെ അർത്ഥത്തിൽ തന്നെ നാം നിഷേധിക്കേണ്ടി വരുന്നത്, നാം ആക്രമിക്കേണ്ടി വരുന്നത്, നാം പ്രതിരോധിക്കേണ്ടി വരുന്നത് കേവലമായ അവരുടെ വാക്കുകളെ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിന്റെ ഒരു സൗന്ദര്യ ബോധത്തെയാണ്. ആ സൗന്ദര്യ ബോധം തന്നെയാണ് പ്രശ്നം. രാമകൃഷ്ണൻ എന്നല്ല, അത് ആരോടായാലും അവർക്കത് പറയാൻ കഴിയുന്നത് അതിന്റെ ആ പ്രത്യയശാസ്ത്ര അടിത്തറയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. നമ്മുടെ നവോത്ഥാനത്തിന് ശേഷവും കേരളത്തിന്റെ നവോത്ഥാന മൂവ്മെന്റുകളുടെ ഒരു സമയത്തിന് ശേഷവും നമ്മൾ ഈ കലകളെ വേണ്ട വിധത്തിൽ പഠിക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമുണ്ട്. അതിന്റെ കൂടി തുടർച്ചയായിട്ട് വേണം ഇതിനെ കാണാൻ എന്നാണ് ഞാൻ പറയുന്നത്. റൈറ്റ്. ഇത് പറയുമ്പോഴേ ഇപ്പൊ ഇതിന്റെ അടിസ്ഥാനമായി നിൽക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ പ്രത്യയശാസ്ത്രവുമായി ചേർന്ന് നിൽക്കുന്ന സൗന്ദര്യബോധത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഒപ്പം ഈ കലാരൂപങ്ങളുടെ തന്നെ ഒരു പ്രശ്നത്തെക്കുറിച്ചും സൂചിപ്പിച്ചു. ഈ കലാരൂപങ്ങൾ ഇപ്പോൾ മോഹിനിയാട്ടമാണെങ്കിലും കഥകളിയാണെങ്കിലും കൂടിയാട്ടമാണെങ്കിലും അങ്ങനെ ഈ ഏതാണ്ടെല്ലാം ഈ ക്ഷേത്ര കലയുമായി അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിനെ ഭരിച്ചിരുന്ന സവർണതയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയിലുള്ളതാണ് ഈ കലാരൂപങ്ങളൊക്കെ എന്ന് നമുക്ക് അറിയാം. അപ്പോൾ അതങ്ങനെ തന്നെ തുടരണം, അല്ലെങ്കിൽ അതങ്ങനെ തന്നെയാണ് എന്ന് സ്ഥാപിക്കുക, അല്ലെങ്കിൽ ആ പാരമ്പര്യമാണ് തുടരേണ്ടത് എന്ന് സ്ഥാപിക്കുക, അതിൻ്റെ ഒരു പ്രയോഗമാണ് നമ്മൾ ഈ ഒരാളുടെ വാക്കുകളിൽ കൂടിയാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരാൾ പറയുന്നു എന്നേ ഉള്ളൂ. ഇതിൻ്റെ പ്രയോക്താക്കളിൽ ഒരുപക്ഷെ ഭൂരിഭാഗം പേരും ഇതേ സൗന്ദര്യശാസ്ത്രവും ഇതേ വരേണ്യതയും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? തീർച്ചയായിട്ടും ഞാനത് തന്നെ പറഞ്ഞു. ഇതിന്റെ അടിത്തറ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഉള്ളിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയം ഇവർ അറിയാതെ കൊണ്ടു നടക്കുന്ന ഒരു ബോധം കൂടിയാണ്. ആ ബോധം ഇല്ലാതെ ഇത് ചുമക്കാൻ കഴിയില്ല. ഈ കലകളുടെ ഒരു ചരിത്രം തന്നെ നോക്കൂ. ഈ നമ്മുടെ പഴയ ഇത്തരം ശരിക്കും നമ്മുടെ സാഹിത്യത്തിനുള്ളിൽ മണിപ്രവാള സാഹിത്യം യഥാർത്ഥത്തിൽ രതിസാഹിത്യമാണെന്ന് ആർക്കും അറിയാൻ വയ്യാത്ത സംഗതിയല്ല. കാരണം അത് ഒരു പ്രത്യേക സമയത്ത് ചൂഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സാഹിത്യ പദ്ധതിയാണ്. മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കുക, അത് ഇടപെടുന്ന ഒരു സമൂഹത്തിൽ അത് ആ രണ്ട് കക്ഷികൾക്ക് മാത്രം അറിയാവുന്ന സവിശേഷമായ രതിസാഹിത്യമാണ് മണിപ്രവാളം എന്ന സവിശേഷമായ ഒരു വിഭാഗമായി നിൽക്കുന്നത്. ഇതേ വിഭാഗത്തിൽ പെടാവുന്ന കലാരൂപങ്ങളാണ് ഈ ഇപ്പൊ ക്ഷേത്രകല എന്ന് വിളിച്ചാലും മോഹകല എന്ന് വിളിച്ചാലും ഈ രണ്ട് കലകളും യഥാർത്ഥത്തിൽ നിൽക്കുന്നത് ഇതേ ഫംഗ്ഷനാണ് യഥാർത്ഥത്തിൽ അത് നിർവഹിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മോഹിനിയാട്ടത്തിന്റെ തന്നെ ഉത്ഭവത്തിലുള്ള ഘട്ടത്തിൽ നോക്കുക. ഈ കലകളെല്ലാം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സന്ദർഭങ്ങൾ എവിടെയാണ് നമുക്ക് അന്നുണ്ടായിരുന്ന നമ്മുടെ വേഷങ്ങൾ. അന്നത്തെ വസ്ത്രങ്ങളിൽ നിന്നാണ് പിന്നീട് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലല്ലല്ലോ ഈ വസ്ത്രം യഥാർത്ഥത്തിൽ കിടക്കുന്നത്. ഇപ്പോ അത് തിരുവാതിരയാണെങ്കിൽ പോലും അതിന്റെ രതിസാഹിത്യമല്ലേ.
ഇപ്പൊ പന്തണി മുലയാൾ പന്തു വലങ്കൈ കൊണ്ടടിച്ച് എന്നൊക്കെയാണ് സാഹിത്യം. അല്ലാതെ അതിന് ഭയങ്കര എന്താണ് ദേവനും ദേവിയെന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തന്നെയല്ല, അത് മുലയിൽ തട്ടുക, തുടയിൽ തട്ടുക, തിരിഞ്ഞിരുന്ന് ചന്തി കാണിക്കുക, മറിഞ്ഞിരുന്ന് മുൻഭാഗം കാണിച്ചു കൊടുക്കുക. കാരണം അന്ന് ഓർക്കുക, ഒറ്റമുണ്ട് കൊടുക്കേണ്ട ഒരു കാലമാണത്. തുണിയില്ല. 100 വർഷം മുമ്പ് വരെ തുണിയില്ലാത്തൊരു കാലത്ത് വെറും നിലവിളക്കിന് മുമ്പിൽ ഇങ്ങനെ കളിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ പെർഫോമൻസ് ഒക്കെ മനസ്സിലാവുക. അത് ആ കാലഘട്ടത്തിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ ഒരു എന്താണ് ഈ സദാചാര ബോധം വെച്ച് അളക്കാൻ വേണ്ടി അല്ല ഞാൻ പറയുന്നത്. മറിച്ച് ആ പെർഫോമൻസുകൾ, ഈ മോഹിനിയാട്ടം തന്നെ പറയുന്നത് അസുരനെതിരെ മോഹിനിയെ കൊണ്ടുവന്നു എന്നാണെങ്കിലും ഇത് നിർവഹിച്ചുകൊണ്ടിരുന്ന ഒരു ധർമ്മം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് നമ്മൾ നോക്കണം. കാരണം ദേവദാസി കലയായിട്ടാണ് നിൽക്കുന്നത്. അതായത് ഒരു സവിശേഷമായ സമയത്ത് ചൂഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗ ശാസ്ത്രമാക്കി, അതായത് വെറുതെ കൊണ്ടുവന്ന് മാടിനെ നിർത്തുന്ന പോലെ ചന്തയെ നിർത്താൻ പറ്റാത്തത് കൊണ്ട് അതിന് ഒരു കലാരൂപം എന്നുള്ള ഒരു ലേബലിലൂടെ ഉണ്ടായി വന്ന ഒരു കലാരൂപങ്ങളാണ് ഇതെല്ലാം തന്നെ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, പട്ടിക്കും പൂച്ചയ്ക്കും നടക്കുന്ന വഴിയിലൂടെ മനുഷ്യന് നടക്കണം. അത് വേണം. മറ്റേ ഐക്യത്തപ്പന്റെ കല്ലിനെ വേണമെങ്കിൽ തുണി നൽകാൻ കൊള്ളാം, അത് അവരെടുത്തോട്ടെ എന്ന് പറയാൻ കാരണം അതാണ്. മറിച്ച് ഈ കലാരൂപത്തെ ഇതിനെ ഈ സവിശേഷമായ രീതിയിൽ നമ്മൾ ഇനിയുമെങ്കിലും തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള എന്താണ് അസഭ്യങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് ഇതുപോലത്തുള്ള ഇവരൊന്നും പുതിയ ജീവികളല്ല. ഇവരിത്രയും വർഷങ്ങൾ ഇന്ന ദിവസം രാവിലെ ഉണ്ടായ സ്ത്രീ അല്ല അവർ ഇത്രയും വർഷമായി കൊണ്ടു നടക്കുന്ന ഒരു വെറിയാണ് അവരുടെ വാക്കിലൂടെ പുറത്തേക്ക് വരുന്നത്. ഈ വെറി സ്വീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ദുരന്തം. ഈ വെറിക്ക് കേൾക്കാൻ ആളുണ്ട് എന്നവർ വിശ്വസിക്കുന്നു, അഥവാ ആ വെറി ശരിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഇവിടെയാണ് പ്രശ്നം. ഈ ലോകത്ത് നടന്ന മലയാളത്തിന്റെ ഉള്ളിൽ, മലയാള ഭാഷയിൽ നിന്നല്ല, മലയാള സാമൂഹ്യ ജീവിതത്തിനുള്ളിൽ നടന്ന ഒരു വളർച്ചയും വികാസവും അവർ അറിഞ്ഞിട്ടില്ലെന്നല്ല ഇതിനർത്ഥം. ഇവരെന്ത് പഠിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കലയുടെ പ്യൂരിറ്റിയെ കുറിച്ചും, കല അങ്ങനെ പ്യൂർ ഒന്നും അല്ല. ഒരു കലയും പ്യൂർ അല്ല. കലയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പല രീതി, അതിന്റെ പല ലെയറുകളിൽ ഈ പറയുന്ന നീതിയുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഞാൻ സാംസ്കാരിക നീതി എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്, കൾച്ചറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ഞാൻ എന്റെ PhD തന്നെ ചെയ്തത്. കാരണം ഇത് കൾച്ചറൽ ജസ്റ്റിസിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കേവലമായി ഉണ്ടായി വരുന്നതല്ല, ഒരു പ്രത്യേക സന്ദർഭത്തിൽ അത് പുറത്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ RLV രാമകൃഷ്ണന്റെ പേരിൽ അത് പുറത്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ പറയുന്ന ആ വെറി എത്ര ഭീകരമാണെന്നാലും നോക്കൂ. അവർ കറുപ്പിനെ കുറിച്ചാണ് അവരുടെ ഏറ്റവും വലിയ ഹിംസ. മറിച്ച് ഇത് കറുപ്പും വെളുപ്പിനും അപ്പുറത്ത് ഈ കലാരൂപത്തിൽ എന്താണ് ഇനി സംഭവിക്കാവുന്നത്, വേറെ ഒരു നിലയിൽ എങ്ങനെയാണ് അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സ്വാംശീകരിക്കാനുള്ളത് എന്നുള്ളതല്ല അവരുടെ പ്രശ്നം. അവർ അടിസ്ഥാനപരമായി ഏറ്റവും ഞങ്ങൾ പഴയ എന്താണ് നമ്മൾ തറവാടിത്തം പറയുന്ന പോലെയാണ്. ഇത് ഞങ്ങളുടെ ചില പെർഫോമൻസ് ആണ്, അത് ഞങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് സൂക്ഷിക്കും, ഞങ്ങൾക്ക് ഇത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞ് തനി പാരമ്പര്യവാദികളുടെ ഒരുതരം കുശാഗ്ര ബുദ്ധിയോടുകൂടിയാണ് അവർ സംസാരിക്കുന്നത്. ഇതാണ് ഹിംസ. കേവലമായി അതൊരു RLV രാമകൃഷ്ണന്റെ പ്രശ്നമോ അല്ലെങ്കിൽ രാമകൃഷ്ണൻ പെർഫോമൻസിന്റെ പ്രശ്നമോ അല്ല ഇത്. നമുക്ക് ഈ പറയുന്ന വൈറ്റും എങ്ങനെയാണ് ആഫ്രോ അമേരിക്കൻ സാഹിത്യം സൃഷ്ടിക്കപ്പെട്ടത്, വൈറ്റിന്റെ മേലിൽ ബ്ലാക്സ് എങ്ങനെയാണ് ആദ്യത്തെ അവർ കറുത്ത ക്രിസ്തുവിനെയൊക്കെ സ്ഥാപിച്ചുകൊണ്ട് എങ്ങനെ ഒരു ചരിത്രം ഉണ്ടായി വന്നത്, പിന്നീട് അത് ഇന്നത്തെ ആഫ്രോ അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ആഫ്രോ അമേരിക്കൻ സൗന്ദര്യ ബോധത്തിന്റെ ഏറ്റവും വലിയ ഉത്തുംഗ നിലകളിലേക്ക് അത് വളരുകയുണ്ടായി. ഈ വളർച്ചയൊന്നും ഇവർക്കാർക്കും അറിയില്ല. ഇവരൊക്കെ ഏതോ എന്താണ് കാട്ടുജീവിതത്തിനകത്താണ്. ശരിക്കും പറഞ്ഞാൽ ഈ എന്താണ് ഗോത്രത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഒരു ഗോത്രബോധത്തിൽ നിന്നുകൊണ്ട് ജനാധിപത്യത്തിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ യഥാർത്ഥ ജനാധിപത്യത്തിലല്ല ജീവിക്കുന്നത്. ഇവർ ഏതോ പ്രാകൃത ഗോത്രത്തിന്റെ ഒരു വംശബോധത്തിനകത്താണ്, രക്തബോധത്തിനകത്താണ് കിടക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരിഹരിക്കപ്പെടേണ്ട സംഗതി. ഇത് കേവലമായി ഒരു സത്യഭാമയിൽ അവസാനിക്കുന്ന കാര്യമല്ല. അവർ അത്ര വലിയ അവരെന്ത് പെർഫോമൻസ് ആയാലും അവരുടെ പെർഫോമൻസിനെ അവർ കാണുന്നത് അതിന്റെ കേവലമായ അതിന്റെ രതിബോധത്തിനകത്ത് മാത്രമാണെന്നാണല്ലോ അവരാ പറയുന്നതിന്റെ അർത്ഥം. അത് കൈകാര്യം ചെയ്യുന്ന രതി ബന്ധമായിട്ടുള്ള ശൃംഗാരഭാവത്തെ കുറിച്ച് അവർ പറയുന്നത്. ശൃംഗാരത്തിന്, മോഹിനിക്ക്, അതാണ് അവർ പറയുന്നത്. മോഹിനിക്ക് മോഹനനാകാൻ പറ്റില്ല. അവർ ജെൻഡറിനെ പോലും പ്രശ്നവൽക്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മോഹിനി, കാരണം അവർക്കത് മനസ്സിലാവുന്നില്ല. അവർ പറയുന്നതിന്റെ ഈ ശൂന്യത എത്ര വലുതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അതിനകത്ത് കിടക്കുന്ന ഹിംസ എത്ര വലുതാണ്. അല്ല, അത് പറയുമ്പോഴേ എനിക്ക് അവിടെ സംശയമുള്ളത്, അവർക്ക് ആ ശൂന്യത മനസ്സിലാകാത്തത് കൊണ്ടാണോ, അതോ ഇതാണ് പറയേണ്ടത് ഇക്കാലത്ത്, ഇത്
പണ്ട് കാലത്ത് എങ്ങനെയാണോ ഒരു ചൂഷണോപാധിയായി ഈ കല കൊണ്ടുവന്ന് അതിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ കലയിലൂടെ അധികാരം സ്ഥാപിച്ചെടുത്തത്, അത് തുടരുകയാണ് വേണ്ടത് എന്ന് സ്ഥാപിക്കാനാണോ അവർ ശ്രമിക്കുന്നത്? അവരുടെ ശൂന്യതയായിട്ടല്ല എനിക്കത് തോന്നുന്നത്. അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഈ കാലത്തിന് കൂടി യോജിക്കുന്നൊരു രാഷ്ട്രീയം അവരുടെ വാക്കുകളിലുണ്ട് എന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലത്തിൻ്റെ വേറൊരു രൂപമാണ് നമ്മൾ കാണുന്നത്. കറുത്തവന് അല്ലെങ്കിൽ ജാതിയിൽ താഴ്ന്നവന് ഇതൊന്നും പഠിക്കാനുള്ള അർഹതയില്ല, അല്ലെങ്കിൽ അവനൊന്നും ഇത് പെർഫോം ചെയ്യേണ്ട ആളല്ല എന്നുകൂടിയാണ് അവർ പറയാതെ പറയുന്നത്. ഡോക്ടർ ആർ വി രാമകൃഷ്ണൻ്റെ പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ. കറുത്തവൻ എന്ന് പറയുമ്പോൾ ആരാണ് കേരളത്തിൽ കറുത്തവൻ എന്ന് എല്ലാവർക്കും അറിയാം. അവൻ്റെ ജാതി എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഇതൊന്നും ഇവർക്കൊന്നും അർഹതപ്പെട്ടതല്ല, അല്ലെങ്കിൽ ഇവരിലേക്ക് എത്തേണ്ടതല്ല എന്നവർ പറയാതെ പറയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അതൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഹിംസയ്ക്ക് ഇവർ ഒന്നാമത്തെ പ്രശ്നം ഈ ജാതി വരയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ജാതിയെ ഒന്നുകൂടി അഡ്രസ് ചെയ്യേണ്ടത്. ജാതി എന്തുകൊണ്ട്? ജാതി എന്ന് പറയുന്നത് നമ്മളാൽ തീരുമാനിക്കുന്ന ഒന്നല്ല. അതായത് വേറെ രൂപത്തിൽ ഈ ശ്രേണിബദ്ധതയാണ്, ഹൈറാർക്കിയാണ് ജാതി. മുകളിൽ നിൽക്കുന്നവനെ ഇത്രയേറെ വിനീതത്വം കാണിക്കാൻ കഴിയുന്നത് എന്താണ്? താഴെ ചവിട്ടാൻ ആളുള്ളൂ. ഈ ചവിട്ടാൻ ആൾ ഉണ്ടാകാൻ വേണ്ടി ഏത് സാധനം ഏറ്റെടുക്കാനും തയ്യാറാണ്. കേരളത്തിന്റെ ചരിത്രം നോക്കൂ. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മൾ സവർണത എന്ന് വിളിക്കുന്ന ഈ വിഭാഗങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ചാതുർവർണ്ണയത്തിനകത്ത് ശൂദ്രസ്ഥാനീയതയിൽ നിന്ന് താഴോട്ടേക്ക് ആരംഭിക്കുന്നു, മുകളിലേക്ക് പോലും പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഇവർ ഈ വംശഘടനയിൽ ഇങ്ങനെ ഇത്ര കടിച്ചു തോന്നുന്നത് യഥാർത്ഥത്തിൽ? കാരണം ശൂദ്രൻ മുതൽ താഴോട്ടുള്ളൂ, വൈശ്യന്മാർ പോലും ഇല്ല. ഇതാണല്ലോ നമ്മുടെ വസ്തുത. ഈ ശൂദ്രസ്ഥാനീയർ എന്ന പാദത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്നവനാണ് ഈ വംശീയത ഇത്രയും കൂടുതൽ കൊണ്ടു നടക്കുന്നത്. അതിനും താഴെ ഉണ്ടെന്ന് പറയുന്നവരാണ് അത് ഏറ്റെടുക്കുന്നത്. അപ്പൊ ഈ യഥാർത്ഥത്തിൽ പ്രശ്നം നമ്മൾ ഇതിനെ മറികടക്കാനുള്ള ബോധത്തിനേക്കാളേറെ നമുക്ക് ചവിട്ടാനുള്ള ബോധമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ ചവിട്ടാൻ വേണ്ടി പറയുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം ഇവർ പറയുന്നതിന്, കാരണം ഇവർ പറയുന്നത് തന്നെ ആലോചിക്കൂ, നമ്മൾ ചെയ്ത ചൂഷണം ഞങ്ങൾക്ക് ഇനിയും വേണമെന്നേ പറയുന്നതിന്റെ അർത്ഥം. ഈ കലാരൂപത്തിനകത്തൂടെ അവർ അറിയാതെ പറഞ്ഞു വെക്കുന്ന സംഗതി അതല്ലേ, ഞങ്ങൾക്ക് ചൂഷണം ഞങ്ങളെ ചെയ്തുകൊണ്ടിരിക്കണം എന്നാ പറയുന്നത്. അതിനപ്പുറം ഇതിനെ പരിഷ്കരിക്കണം എന്നൊരു ബോധ്യം അവർക്ക് വരുന്നില്ല. കാരണം അവർക്കത് പരിഹരിക്കേണ്ടത് അവരൊരു പ്രശ്നമായിട്ട് അവർക്ക് തോന്നുന്നില്ല. അവർക്ക് സ്വയം പരിഷ്കരിക്കേണ്ടത്, ഒരു സാമൂഹ്യമായി പരിഷ്കരിക്കേണ്ടത്. എങ്ങനെയാണ് ഒരു കലാരൂപം, അതിനകത്തുനിന്ന് എന്തൊക്കെ അംശങ്ങൾക്ക് എടുക്കാൻ പറ്റും നോക്കണം. കാരണം മനുഷ്യന്റെ ഒരു വളർച്ചയുടെ ഒരു വലിയ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതി എന്നുള്ളതിൽ അതിനകത്തുണ്ടാകേണ്ട ഏതൊരു വസ്തുതകളും നമ്മൾ സ്വീകരിക്കാവുന്നതും ഉപേക്ഷിക്കേണ്ടവയും ഉണ്ടായേക്കാം. ആ അർത്ഥത്തിൽ നോക്കുന്നതിന് പകരം അവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണ്? അതിനുള്ളിൽ ഞങ്ങൾ മേധാവികളാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു വ്യഗ്രത മാത്രമാണ്. അവർക്കത് സ്ഥാപിക്കാൻ വേറെ ഉപാധികളൊന്നും, അവരുടെ റിസോഴ്സുകളൊന്നും വേറെ ഒന്നിനും അതിന് പറ്റുന്ന ഇല്ല അവരുടെ കയ്യിൽ, അവരുടെ ജ്ഞാനബോധത്തിനകത്തില്ല. പിന്നെ അവർക്ക് ആകെ എടുത്തു വെക്കാവുന്ന, അവർ എവിടെയാണോ വിറ്റിരുന്നത് അവരുടെ ശരീരത്തെയാണ്. ആ ശരീരത്തിന്റെ ആ എലമെന്റിനെ അവർ വീണ്ടും വിൽപ്പനച്ചരക്കാക്കി തിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. യഥാർത്ഥത്തിൽ അവർ പറയുന്ന വാക്കുകൾക്കകത്ത് അവരറിയാതെ അവർ കൊണ്ടു നടക്കുന്നതാണ് ഞങ്ങൾക്ക് ഈ സൗന്ദര്യമുള്ള ഈ ശരീരം വേണം, ഈ രൂപം വേണം, ഈ രൂപം വെച്ചിട്ട് ഞങ്ങൾക്ക് കച്ചവടം നടത്താൻ കഴിയും. അതാണ് പറഞ്ഞത്. മോഹിനി അതാണല്ലോ. മോഹിനി ചെയ്ത പണി എന്തായിരുന്നു? മോഹിനിയുടെ കഥാപാത്രത്തെ എന്തുകൊണ്ട് രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു ശാഖ, ഒരു പെർഫോമൻസിന്റെ ശാഖ രൂപപ്പെട്ടു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ മോഹിനിയെ കൊണ്ട് വയ്ക്കുന്ന വളരെ വ്യക്തമായ ഒരു രൂപത്തിലാണ്. കാരണം അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് മറ്റു പലർക്കും ആ മോഹിനിയെ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്കത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മോഹിനിയായിട്ട് നിൽക്കാൻ ഞങ്ങൾക്കേ കഴിയൂ, ആ പാരമ്പര്യം ഞങ്ങൾക്ക് തന്നെ തരണം എന്നാണ് ഈ സത്യഭാമ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പാരമ്പര്യം നിങ്ങളാരും എടുക്കേണ്ട, അത് ഞങ്ങളുടേതാണ്, ഞങ്ങൾ തന്നെ അത് ചെയ്തോളാം, ഞങ്ങൾക്ക് തന്നെ വേണം ആ പാരമ്പര്യം എന്നാണ് പറയുന്നത്. അല്ലാതെ അതിനെ ജനീകരിച്ചിട്ടുണ്ട് പെർഫോമൻസ് എന്നുള്ള നിലയ്ക്ക് പല രീതിയിലുള്ള കാഴ്ചകളെ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന എന്തെങ്കിലുമായിട്ട് വികസിക്കാനുള്ള ഒരു വലിയ സാധ്യതയാണ് ഇവർ നിഷേധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് പറയുമ്പോഴേ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു ജനാധിപത്യവൽക്കരണം, കലാരൂപങ്ങളുടെ അല്ലെങ്കിൽ കലയുടെ ജനാധിപത്യവൽക്കരണം, ഇതിനെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ സൂചിപ്പിച്ചല്ലോ. ഇത്തരം സംഗതികളിൽ ഈ ജനാധിപത്യവൽക്കരണത്തിൻ്റെ ആവശ്യമുണ്ടോ? അതോ
ഈ കലാരൂപങ്ങൾ അതിൻ്റെ യഥാർത്ഥ ചൂഷണ സ്വഭാവവും അല്ലെങ്കിൽ അത് വഹിക്കുന്ന പ്രത്യയശാസ്ത്രവും മനസ്സിലാക്കി അതിനെ അങ്ങ് മാറ്റി നിർത്തുക എന്നുള്ളതാണല്ലോ പുതിയ കാലത്ത് അഭികാമ്യമായൊരു കാര്യം. അല്ലാതെ ഈ കലാരൂപത്തെ ജനാധിപത്യവൽക്കരിച്ചുകൊണ്ട് ഈ പ്രത്യയശാസ്ത്രത്തെ മറികടക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഈ കലാരൂപങ്ങൾക്ക് അതേപടി ഒരു പുതിയ കാര്യത്തെ സ്വീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്, ഈ കലാരൂപങ്ങൾക്ക് കാരണം ഓരോ കലാരൂപവും ഓരോ കലാപദ്ധതിയും അതിന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് തന്നെ ഒരു ചിന്താ പദ്ധതിയും ഒരു ജീവിതക്രമവുമാണ്. ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിച്ച കാര്യം അത് തന്നെയാണ്. ഞാൻ കൂടിയാട്ടത്തിന്റെ എന്റെ അധ്യാപകന്റെ ചരിത്രം പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അതായത് അത് ചിന്താ പദ്ധതിയും ഒരു ജീവിതക്രമവുമാണ്. അതാണ് അതിന്റെ പ്രശ്നം. അത് അതേപടി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ അകത്തൊന്ന് ഇപ്പൊ കഥകളിലൂടെ വിപ്ലവം പറയാമെന്ന് കഴിയുന്നത് മൂഢത്താണ്, നടക്കില്ല. അത് കൃത്യമായും അതിനൊരു അജണ്ടയുണ്ട്. പണ്ട് CJ തോമസ് പറഞ്ഞ ഭീമന്റെ ചുണ്ടിൽ ഒരു ബീഡി തിരികെ കൊടുക്കുക എന്നുള്ളത് മാത്രമേ കഥകളിൽ ഒരു പരിഷ്കാരത്തിന് സ്കോപ്പുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. പറയുള്ളൂ. മറിച്ച് അതിനപ്പുറത്തൊന്നും ചെയ്യാൻ കഴിയില്ല. അത് പറയാവുന്ന ചില മേഖലകളിൽ ആ പെർഫോമൻസ് നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അത് വേറൊന്നായി മാറിയേ പറ്റൂ. മറിച്ച് ഇതിനെ ഞാൻ പറഞ്ഞു വന്ന കൾച്ചറൽ മോണുമെന്റുകൾ എന്നുള്ള നിലയ്ക്ക് ചില കലാരൂപങ്ങൾ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. ആ കലാരൂപങ്ങൾ അതിനേക്കാൾ അപ്പുറം പരിഷ്കരിക്കാൻ നമുക്ക് കഴിയില്ല. മറിച്ച് അതിനകത്ത് നമുക്ക് കുറച്ചൊരു ജനാധിപത്യപരമായി ഇടപെടാൻ കഴിയും. ഈ പറഞ്ഞ ഈ കാഴ്ചക്കകത്ത് കിടക്കുന്ന അവർ ഇപ്പൊ സംസാരിച്ച സമയത്ത് ആ സ്ത്രീ പറയുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. അവര് കേവലമായ ഒരു സ്ത്രീ മാത്രമല്ല, അത് ഒരു കേവലം ഒരു മലയാളി സ്ത്രീ അല്ല. അവർ തനിയായി ഒരു ഫ്യൂഡൽ ഒരു ബോധത്തിന്റെ അതിന്റെ മുഴുവൻ അടിമത്തങ്ങളും പേറാനും അതിനകത്തുനിന്ന് എന്തെങ്കിലും അംശങ്ങൾ സ്വീകരിക്കാനും ഒക്കെയായിട്ട് തയ്യാറെടുക്കുന്ന അത്തരം മാനസികാവസ്ഥയുള്ള സ്ത്രീയാണ്. അവർ ഒരു നല്ല ശരിക്കും കൃത്യമായ ഒരു ഉദാഹരണമാണ്, സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ്. അവർ കൃത്യമായിട്ട് പറയുന്ന സാധനം നോക്കൂ. ഈ സൗന്ദര്യത്തിനകത്തേക്ക് മറ്റൊന്നും മിക്സ് ആവരുതെന്നാണ് അവർ പറയുന്നത്. നമ്മൾ അവിടെയാണ് അതിന്റെ പ്രശ്നം. മറ്റൊരു സാധനം അതിനകത്തേക്ക് മിക്സ് ആവരുത്, വേറൊരു മിക്സ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ ആ മിക്സ് ആകുന്ന സാധനം ഒരുപക്ഷെ ആ മിക്സ് ആകുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ജനാധിപത്യം. അത്രമാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആ മിക്സ് ആകുന്നത് ഒരു ജനാധിപത്യമാണ്. പണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരുന്ന ഒരു കാലത്ത് തെറി വിളിക്കുന്നത് പോലും ഒരു വിപ്ലവമായി മാറുന്നത് പോലെ, തെറി വിളിക്കുന്നത് കൂടി പെട്ടെന്ന് ഒരു സാധനം അഴിഞ്ഞു വീഴുന്നത് പോലെ. ഇപ്പം തോട്ടവൽക്കരണത്തിന്റെ സമയത്ത് ജാതി പറഞ്ഞ് ദൂരെ നിന്നവർ ഒരുമിച്ച് പോയി പണിയെടുക്കേണ്ടി വരുമ്പോൾ ജാതി ദൂരങ്ങൾ അറിയാതെ നഷ്ടപ്പെടുന്നത് പോലെ അത്ര അർത്ഥത്തിൽ മാത്രം കണ്ടാൽ മതി അതിനെ. മറിച്ച് ഈ രൂപങ്ങളൊന്നും നാളെ പുരോഗമനപരമാകും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആ കലാരൂപങ്ങൾക്ക് ഇതാകാൻ കഴിയുവാനുള്ള സാധ്യതയില്ല. കാരണം അത് വളരെ കൃത്യമായും അതിനൊരു പരിസരമുണ്ട്. ആ പരിസരം കൃത്യമായ ഒരു വ്യവസ്ഥയാണ്. അത് ആ വ്യവസ്ഥയ്ക്കകത്ത് അതിനെ നമുക്ക് പരിഷ്കരിക്കാനൊന്നും പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറിച്ച് അതിനകത്ത് ഈ പെർഫോമൻസിൽ നിൽക്കുമ്പോൾ അത് ഈ കേവലമായിട്ടുള്ള ഇത്തരം ചില സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് ജനാധിപത്യവൽക്കരിക്കാൻ കഴിഞ്ഞേക്കാം. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഇത് പറയുമ്പോഴേ നമ്മൾ സംസാരിക്കുന്നത് മോഹിനിയാട്ട അല്ലെങ്കിൽ ആ നൃത്താധ്യാപികയുടെ വർണ്ണവെറിയുടെ അല്ലെങ്കിൽ വംശീയ അധിക്ഷേപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇത് നമ്മൾ മറ്റ് മേഖലകളിൽ നിന്ന് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സിനിമാ രംഗത്ത് വിനായകൻ ഏത് വിധത്തിലാണ് അധിക്ഷേപിക്കപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് തലപ്പൊക്കമുള്ള നേതാക്കൾ പോലും, എന്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകിയ വ്യക്തികളെ പോലും അവഹേളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമുള്ളൊരു സംഗതിയല്ല. നമ്മളുടെ ഈ സൊസൈറ്റിയിൽ ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും അല്ലെങ്കിൽ സർവ്വ ഇടങ്ങളിലും ഈ ജാതി, നിറം ഇതൊക്കെ ഇപ്പോഴും അങ്ങനെ അടങ്ങി അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് തികട്ടി വരാനും അതിൻ്റെ സവർണതയുടെ അംശം എടുത്തുകൊണ്ട് അത് സ്ഥാപിച്ചെടുക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഇങ്ങനെ തികട്ടിക്കിടക്കുകയാണെന്നാണ് നമ്മൾ കരുതുന്നത്. നമ്മൾ വലിയ നവോത്ഥാന പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ്. നമ്മൾ 2024 ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. പരിഷ്കൃത ലോകത്തെക്കുറിച്ച്, പൗരാവകാശങ്ങളെക്കുറിച്ച്, ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ച് ഒക്കെ വലിയ തോതിൽ സംസാരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ. നമ്മൾ ജനാധിപത്യ സമൂഹം എന്ന് പറയുന്നത് വലിയൊരു നുണയ്ക്കകത്ത് ജീവിക്കുന്നവരാണെന്ന് ഞാൻ കരുതുന്നു. കാരണം നമ്മൾ നോക്കുക, ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഗതിയല്ല. കാരണം 900-ന്റെ ആദ്യത്തിൽ നടന്നിരുന്ന ജാതി വിരുദ്ധ സമരങ്ങൾ നോക്കൂ. ആ ജാതി വിരുദ്ധ സമരങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പം ശരിക്കും നമ്മൾ ഇപ്പോഴൊന്നും ആലോചിക്കുന്നതിനേക്കാൾ എത്രയോ മുമ്പ്, ഇപ്പം ഒരു ജാതി ഒരു മതം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജാതിക്കെതിരായ അയ്യങ്കാളിയുടെ സമരങ്ങൾക്ക് ശേഷം സഹോദരൻ അയ്യപ്പൻ എത്തുന്ന സമയത്ത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്
എന്ന് ഒരു പ്രയോഗം ലോകത്ത് ഉണ്ടായി. നമ്മളൊരു സാംസ്കാരിക ജീവിതത്തിന്റെ മേളിൽ, സാമൂഹിക ജീവിതത്തിന് വേണ്ടി നമ്മളത് എത്രമാത്രം ഏറ്റെടുത്തു? നമ്മൾ ഏറ്റെടുത്തില്ല എന്നുള്ളതിന്റെ പരാജയമാണ് സാർ. അതായത് നമ്മളത് ഏറ്റെടുത്തിട്ടില്ല. അന്ന് ഉയർന്നു വന്ന ഒരു ചിന്തയെ പോലും നമ്മൾ അമർത്തി വെച്ചിട്ട് ജാതീയ സമവാക്യങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അത് സർവ്വവിധ മണ്ഡലങ്ങളിൽ, അത് സാംസ്കാരിക മണ്ഡലത്തിലാവട്ടെ, രാഷ്ട്രീയ മണ്ഡലത്തിലാവട്ടെ, ജാതികൾ തമ്മിലുള്ള കൂട്ടുകെട്ടുകളിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയും ചെയ്തു. ജാതി വേണ്ട എന്നുള്ള അയ്യപ്പന്റെ പ്രയോഗത്തെ, അയ്യപ്പന്റെ ഒരു അഭിപ്രായത്തെ നമ്മൾ നിഷ്കരുണം കേരളം തള്ളിക്കളയുകയും ചെയ്തു. തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് പകരം നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ ഒരിക്കലും കാണാത്ത ചില നുണകൾ സ്വയം ഏറ്റെടുത്തു. നമ്മളെല്ലാം ഒന്നാണെന്ന്, ഒന്നാകാതെ ഒന്നാണെന്ന് പറയുക മാത്രം ചെയ്തു. നമ്മൾ ഒന്നായിരുന്നില്ല. ഒരുപക്ഷെ അയ്യപ്പനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ കേരളത്തിന് ഇതിനേക്കാൾ കൂടുതൽ ഒന്നാകേണ്ടി വന്നേനെ. പക്ഷെ നമ്മൾ അയ്യപ്പന്റെ ധാരയെ നമ്മളായി തന്നെ കൊന്നുകളയുക ചെയ്തത്. കേരളത്തിന്റെ പിന്നീട് വന്ന ഒരു പ്രോഗ്രസീവ് മൂവ്മെന്റ് തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത്. അയ്യപ്പനെ കൊന്നുകളയുന്നതിനകത്ത്, അയ്യപ്പന്റെ വിശ്വാസത്തെ കൊന്നുകളയാൻ പ്രോഗ്രസീവ് മൂവ്മെന്റ് ആണ് മുൻകൈ എടുത്തത്. അയ്യപ്പനെതിരെ ഉള്ള ആരോപണങ്ങളുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അതറിയാം, ഞാനത് പറയേണ്ട ആവശ്യമില്ല. മറിച്ച് സത്യത്തിൽ സംഭവിച്ചെന്താണ്? നമ്മൾ സ്വയം പരാജയപ്പെട്ട ഒരു സമൂഹമായി മാറുകയാണ്. കാരണം നമ്മൾ അന്ന് ഒളിച്ചു വെച്ച നുണകളാണ് ഇന്ന് വീണ്ടും ചാടി പുറത്തേക്ക് വീഴുന്നത്. നമ്മൾ അവിടെ ഒന്നും ഏറെ വളർന്നിട്ടില്ല. നമ്മൾ ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ പൗരബോധം വളരാനായിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. അതിനുശേഷം എന്തെങ്കിലും ഒരു വളർച്ച കേരളത്തിന്റെ സമൂഹത്തിൽ ഉണ്ടായി എന്ന് നമുക്ക് കരുതുക വയ്യ. അന്ന് ഉപയോഗിച്ചിരുന്ന സമവാക്യങ്ങൾ, സമുദായത്തിന്റെ സമവാക്യങ്ങളെ തന്നെയാണ് ഇന്നത്തെ എല്ലാ ഗ്രൂപ്പുകളും, ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വലുതും ചെറുതുമായ രീതിയിൽ അവർ പറയും ഞങ്ങൾ ഇതൊന്നും അല്ല, പക്ഷെ എല്ലാവരും ഇത് വലുതും ചെറുതുമായ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നതല്ലാതെ ജാതിക്കെതിരായുള്ള ഒരു ചെറിയ നീക്കത്തെ പോലും അവർ പെട്ടെന്ന് പ്രതിരോധിക്കും. ജാതിക്കെതിരായ നീക്കത്തെ സഹിക്കാൻ കഴിയില്ല കേരളത്തിൽ. പിന്നെ നിശബ്ദരാകുന്നത് ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ പൊട്ടുകൾ, ഈ അയ്യപ്പനിലകത്ത് പിന്തുടർച്ചയിൽ വന്ന ചെറിയ ചെറിയ പൊട്ടുകളുടെ ഒരു വലിയ ഘടകം കേരളത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ്, അവരുടെ ഗുണം കൊണ്ടാണ് ഈ പറഞ്ഞ ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാതെ ഈ കേരളം നിലനിന്ന് പോകുന്നത്. അല്ലാതെ ഈ മെയിൻ സ്ട്രീമിൽ വന്നിരിക്കുന്ന ഒരു എന്താണ് രാഷ്ട്രീയ സാമൂഹ്യ നീക്കങ്ങളുടെ ഭാഗം അല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരാരും തന്നെ ഇതിനെ നിലനിർത്താൻ വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇതിനെ പരമാവധി ഉപേക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. ഇപ്പൊ എനിക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യം പറയാം, ഞാൻ ഈ സന്ദർഭത്തിൽ പറയാം. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരു പെർമനന്റ് ആയിട്ട്, സ്കൂൾ ഓഫ് ഡ്രാമയിൽ അധ്യാപനം എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആകേണ്ട ഒരു സന്ദർഭത്തിൽ എന്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ ഇത് കൊടുക്കുകയാണ് വൈക്കം താലൂക്ക് ഓഫീസർക്ക്. കാരണം എന്റെ സർട്ടിഫിക്കറ്റ്, കാരണം അന്ന് പണ്ട് സർട്ടിഫിക്കറ്റ് ഫ്രീ ആയിട്ട് ഇടാനുള്ള ഒഴിവിടാൻ സാധ്യതയാണ്. അതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എന്റെ സർട്ടിഫിക്കറ്റ് കിടക്കുന്നതാണ്. അങ്ങനെ എന്റെ സർട്ടിഫിക്കറ്റ് കിടക്കുന്നത് അത് വേറെ ചരിത്രം. അപ്പോ പക്ഷെ നമുക്ക് സർട്ടിഫിക്കറ്റുകൾ കൃത്യമാണെന്ന് പറയേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റുകൾ ചർച്ചയ്ക്ക് വെക്കുകയാണ്. തഹസിൽദാർ എന്നത് അറ്റസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ജാതി സർട്ടിഫിക്കറ്റും മത സർട്ടിഫിക്കറ്റും വേണമല്ലോ. വൈക്കം താലൂക്കിലെ തഹസിൽദാർ ഒരു മാസം എന്നെ കുറിച്ച് അന്വേഷണത്തിന് വെക്കുകയാണ്. ഒരു മാസം അയാൾ എൻക്വയറി നടത്തിയതിനു ശേഷം അദ്ദേഹം ഇട്ട ഓർഡർ, ഞാനോ എന്റെ അച്ഛനോ ജീവിതത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും മതത്തിന്റെയോ സമുദായത്തിന്റെയോ വക്താക്കളായിട്ടില്ല, അതുകൊണ്ട് കൊടുക്കേണ്ടെന്നാണ്. അപ്പൊ ഞാൻ ഞാൻ ജോലി പോയി എന്നുള്ള പ്രശ്നത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ജോലിക്ക് അത് സ്വാഭാവികമായിട്ടും കേസായി, ഹൈക്കോടതി കേസായി. അത് അവസാനം അത് ഒരു തെളിവുള്ള കാര്യത്തിനല്ല ഇയാൾ ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ജാതിയും മതവും വേണ്ട, സെക്യുലറായി ഇരിക്കണം എന്ന് പറഞ്ഞ കേരളത്തിൽ ജാതിയും മതവും പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഞാൻ 1.5 വർഷം ഹൈക്കോടതി കേസ് കളിക്കേണ്ടി വരിക. കാരണം കേസ് കളിക്കാതിരിക്കാൻ പറ്റില്ല. സർട്ടിഫിക്കറ്റ് ശരിയല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ ഗവൺമെന്റിനെ പറ്റിച്ചു നല്ലാന്നാക്കാൻ വേണ്ടി, പിന്നെ നമ്മൾ അത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് വേണ്ടിയിട്ട് 1.5 വർഷം ഹൈക്കോടതി ഞാൻ കേസ് പറയേണ്ടി വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ സന്ദർഭത്തിൽ കേരളത്തിൽ ഒരു മനുഷ്യൻ പോലും അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. അവർക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. ജാതിക്കെതിരെ ജീവിച്ചു പോയി എന്നുള്ളത്, ഞാൻ ജാതി മതവും എന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഉദ്ദേശിക്കുന്ന ആളല്ല, ഞാൻ ചെയ്തിട്ടുമില്ല, അതിന് താല്പര്യമില്ല. അത് എന്റെ ജീവിതത്തോടുള്ള അതാണ്. പക്ഷെ അങ്ങനെ ജീവിക്കാത്തതിന്റെ പേരിൽ നമ്മളൊരു വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഒരാൾക്ക് പോലും അഭിപ്രായം ഇല്ല എന്നുള്ളതാണ്. ഞാൻ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ സ്വയം നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെട്ടു പോയ ഒരു കാലഘട്ടമാണ്.
ഞാൻ മനുഷ്യനായി ജീവിച്ചു എന്നുള്ളത് എത്രയും വലിയൊരു കുഴപ്പം. കാരണം പോലീസിന്റെ തല്ലൊക്കെ കൊണ്ടിട്ട് വിവിധ സമരങ്ങളിൽ പോയി നടക്കുന്ന ഒരു ചെറുപ്പകാലമാണ് എനിക്കുള്ളത്. ആ സമരങ്ങളിൽ ജീവിക്കുന്ന കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ മനുഷ്യനായിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷെ ആ മനുഷ്യനായി ജീവിച്ചു എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ കുരിശിൽ കയറുകയാണ്. ഞാൻ പറഞ്ഞ ഈ കേരളത്തിന്റെ മനസ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്രമാത്രം ജനാധിപത്യപരമായ ഒരു പൗരബോധത്തിൽ വളർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയം. അത് ചില 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 കാര്യങ്ങളിൽ ഇത് കാണിക്കും. മിക്കവാറും സമയങ്ങളിൽ അത് അതിനേക്കാൾ അപകടത്തിൽ കൂടി തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഇത് പുറത്തേക്ക്, ഈ പ്രസ്താവന പുറത്തേക്ക് വന്നതിന് ശേഷം വലിയ തോതിലുള്ള റിയാക്ഷൻസ് നമ്മൾ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയ വലിയ തോതിൽ ഇതിനോട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ അതിനെ തിരിച്ചെഴുതുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊക്കെ ശരിയാക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമായിട്ടാണോ കേരളം ഇപ്പോൾ ഉള്ളത്? തികച്ചുമല്ല. ഇത് കേവലമായ ഈ പറയുന്ന കുറച്ച് പ്രതികരണങ്ങൾക്കപ്പുറം ഇതിന് കാര്യമായ ഇത് വഹിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, ഈ ഒരു പൊട്ടുംപൊടി, അയ്യപ്പനിന്റെ ഒക്കെ ഒരു പൊട്ടുംപൊടിയിലാണ് ഇതൊക്കെ കിടക്കുന്നത്. അയ്യപ്പൻ അതിൽ ആ ഒരു ജാതി വിരുദ്ധ മനോഭാവത്തിന്റെ, കാരണം അത് എല്ലാ വിഭാഗങ്ങളും, കേരളത്തിൽ പ്രമുഖമായ കുറച്ച് വിഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കഴിയുന്നവരായി വളർന്നു വന്നതിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു ഒരു തുല്യതാ ശ്രമങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് മാത്രം നിൽക്കുന്ന ചില അഭിപ്രായങ്ങൾ മാത്രമാണിത്. ഇതിനപ്പുറം നമുക്ക് ഇതിനെ അത്രയും ശക്തമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ആദിവാസികളുടെ പ്രശ്നം നമ്മൾ പരിഹരിക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണം പറയാണ്, യഥാർത്ഥത്തിൽ ആദിവാസിയുടെ പ്രശ്നം എന്താ? ആദിവാസിനെ ചൂഷണം ചെയ്യുന്നതാരാ? എന്നാലും അമേരിക്കക്കാരൊന്നും രാവിലെ വന്ന് ചൂഷണം ചെയ്തിട്ട് വൈകുന്നേരം പോവുകയല്ല ചെയ്യുന്നത്. ചൂഷണം ചെയ്യുന്നത് നമ്മളാണ്, അല്ലെ? നമ്മൾക്ക് എന്തുകൊണ്ട് ഞങ്ങൾ ക്ഷമ പറയുന്നു എന്ന് പറയാൻ കഴിയില്ല. 1970 ഓസ്ട്രേലിയയിൽ അബോർജിൻസിന്റെ മേളിൽ നടത്തിയിരുന്ന ക്രൂരതയ്ക്കെതിരെ ഓസ്ട്രേലിയൻ സമൂഹം ആ അബോർജിൻസിനോട് ക്ഷമ പറയുന്നുണ്ട്. ഞങ്ങൾ ജനതയും അടുത്ത ഭരണകൂടവും പറഞ്ഞിട്ടുണ്ട്. ഭരണകൂടവും പറഞ്ഞു. ആ ജനതയും ഭരണകൂടവും ഏറ്റെടുത്തൊരു കാര്യം നമുക്ക് പറയാൻ പറ്റുമോ ആദിവാസി ജനതയോട്? ഞങ്ങൾ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയാനുള്ള ആ ഹിംസയ്ക്കെതിരെ സ്വയം പറയാനുള്ള ശേഷി എന്ന് പറയുന്നത്, അതാണ് ഞാൻ പറയുന്നത് പൗരബോധം എന്ന് പറയുന്നത്. നമ്മൾ നയിക്കുന്ന പൗരബോധം അല്ല. നമ്മൾ കേവലമായി ഇത്തരം ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ പ്രതികരണങ്ങൾ മോശമാണെന്നല്ല പറയുന്നത്. ഈ പ്രതികരണങ്ങൾ പോലും വലുതാണ്. ഇതുപോലും ഇല്ലാത്ത ചുറ്റുപാടുകൾ നമുക്കുണ്ട്. പക്ഷെ ഇതുപോലും നമുക്ക് ആശ്വാസം തരുന്നുണ്ട്. മറിച്ച് ഇതൊരു പൂർണ്ണമായ അർത്ഥത്തിൽ ഉള്ള ഒരു മാറ്റമായി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതിനേക്കാൾ വലിയ രീതിയിലുള്ള ഈ ഹിംസ പല രൂപങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല രീതിയിൽ നമ്മൾ നേരിടുന്നുണ്ട്. ഞാനും നിങ്ങൾ ഉൾപ്പെടെ നമ്മളെല്ലാവരും തന്നെ നേരിടുന്നു പല രീതി. നമ്മൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. കാരണം ഈ ചില കാര്യങ്ങൾ പറയാതെയാണല്ലോ നേരിടേണ്ടി വരുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പറയാനൊന്നും ഇല്ല തന്നെ. നേരിട്ട് പറഞ്ഞാൽ അതെങ്ങനെ പറയും? എങ്ങനെ പറഞ്ഞിട്ട് അത് ബോധിപ്പിക്കാൻ പറ്റും? ബോധിപ്പിക്കാൻ കഴിയില്ല. കാരണം ഈ പറയുന്ന നമ്മളുടെ എന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്കൂൾ പ്രോഗ്രാമിലൊക്കെ ഉള്ള ഒരു സമയത്ത് കേൾക്കുമ്പോൾ എന്റെ ഒരു സുഹൃത്തിന്റെ എന്റെ ഒരു അധ്യാപകന്റെ ഒരു ചരിത്രം പറയാം. പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു പുതിയ ആളുകൾ വരുന്ന സമയത്ത്, ഞങ്ങളുടെ ഇതിന്റെ ഒരു പൊതു ചർച്ചയ്ക്കകത്ത് വരുന്ന സമയത്ത് ആ അധ്യാപകൻ പറയും, ഞാൻ നമ്പൂതിരിയായിപ്പോ എന്റെ ഒരു കുറ്റമാണോ? പറയുള്ളൂ, വേറെ ഒന്നും പറയില്ല. അദ്ദേഹം അതിന് മുമ്പും പുറമെ ഒന്നും പറയാറില്ല. പക്ഷെ അതൊരു പെട്ടെന്നാണ് ആ വാക്കുകൾ ഒരു ക്യാപിറ്റലായി മാറുന്നത്. എന്നാൽ ബാക്കി അവിടെ എല്ലാവരും അറിയാവുന്ന ആൾക്കാരുടെ ഇടയിലൊന്നും ഈ വാക്കുകൾ ഒരിക്കലും അദ്ദേഹം പറയാറില്ല. പുതിയ ഏതെങ്കിലും സന്ദർഭങ്ങളോടെ ഉണ്ടായ പുതിയ ആൾക്കാർ ആരെങ്കിലും വരിക, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും വരിക, അവരൊക്കെ വന്നിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ബാക്കിയുള്ള ചർച്ചകൾക്കിടയിൽ അദ്ദേഹം ഇത് പറയാനുള്ള അവസരം എവിടെന്നെങ്കിലും ഉണ്ടാക്കിയെടുക്കും. അത്രേ ഉള്ളൂ. ഈ ഒറ്റ കാര്യം മാത്രമേ പറയുള്ളൂ, ഞാൻ നമ്പൂതിരിയായിപ്പോയ എന്റെ കുറ്റാണോ? ഇതാണ് കൾച്ചറൽ ക്യാപിറ്റലിന്റെ യഥാർത്ഥത്തിലുള്ള ഫംഗ്ഷൻ. നമുക്ക് ഇതൊന്നും വളരെ സൂക്ഷ്മമായിട്ട് പരിഹരിക്കാവുന്നതല്ലെന്ന് ഞാൻ പറയുന്നത്. ഇത് അദ്ദേഹം പറഞ്ഞോ? യഥാർത്ഥത്തിൽ അത് നേരെ തിരിച്ചല്ലേ അദ്ദേഹം പറഞ്ഞത്. എന്റെ കുറ്റമാണോ എന്ന് തന്നെയാ പറഞ്ഞത്. ഇങ്ങനെയാണ് ഇത് സാധനം ഫംഗ്ഷൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഇത്തരത്തിൽ ഈ എത്രയോ ഭീകരമായ രീതിയിൽ ഈ പവർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അതുപോലെ തന്നെ വേറൊരു സംഗതി, എന്റെ അടിയിലുള്ള വേറെ ഒരു വിദ്യാർത്ഥി, എനിക്ക് അറിയാവുന്ന എന്റെ പ്രായം പഠന സമയത്തുള്ള ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഭയങ്കര പ്രോഗ്രസീവ് അയാളാണ്. പക്ഷെ ഇടക്കാലത്ത് അയാളുടെ FB
പോസ്റ്റിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ എന്ന് പറയുന്നത് ഒരു പൂണൂല് കൊട്ടിട്ട് യോഗ പോസ്റ്ററിൽ ഇരിക്കുന്ന ചിത്രമായിരുന്നു. വേറൊന്നും ചെയ്തിട്ടില്ല. ആള് പ്രോഗ്രസീവ് ആണ്, പക്ക പ്രോഗ്രസീവ് മനുഷ്യനാണ്. ഒറ്റ ഫോട്ടോ ഇട്ടിട്ടുള്ളൂ. അത്രയും ഇതാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ കൾച്ചറൽ മൂലധനം എങ്ങനെ പ്രവർത്തിക്കുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ കുറച്ചുകൂടെ തിരിച്ചറിയുന്ന സംഗതി ആയതുകൊണ്ട് നമ്മൾ പറയുന്നു. പക്ഷെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന, അതിനകത്തൂടെ നടക്കുന്ന ഒരു ഹിംസാലെന്ന് നോക്കിയേ. ഈ വാക്കുകളേക്കാൾ ക്രൂരമാണത്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. നമ്മളതിനെ ശരിക്കും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്രയോ ഹിംസകൾ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ നേരിട്ട് വരുന്ന ചില ഹിംസകളെ മാത്രം നമ്മൾ തിരിച്ചറിയുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതായത് ഇത് പ്രത്യക്ഷത്തിൽ വരുന്ന ഹിംസകൾ മാത്രമാണ് ഒരുപക്ഷെ നമ്മൾ അഭിമുഖീകരിക്കുകയോ അതിനോട് പ്രതികരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അറിയപ്പെടാത്ത ഒരുപാട് ഹിംസകളിലൂടെ ഈ അധികാര കേന്ദ്രീകരണമോ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക മൂലധനത്തിൻ്റെ നിർമ്മിതിയോ അതിൻ്റെ ലാഭമെടുക്കലോ ഒക്കെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളിടത്താണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ ഒരുപക്ഷെ ഇത്തരം സത്യഭാമമാരുടെ തുറന്നു പറച്ചിൽ, അവരുടെ വംശവെറി തുറന്നു പറയുന്ന പ്രക്രിയ, ഇതേക്കുറിച്ചൊക്കെ നമ്മളെ കുറേ കൂടെയൊക്കെ ഓർമ്മപ്പെടുത്തുകയും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളറിയാതെയും സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്നുണ്ട് എന്ന് മാത്രം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. വളരെയധികം നന്ദി സാംകുട്ടി ഞങ്ങളോട് സംസാരിച്ചതിന്. താങ്ക് യു വെരി മച്ച്. ഇൻസൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.